മാസപ്പടി ഹർജി മാത്യു കുഴൽനാടന്റെ വൺമാൻ ഷോ. കടുത്ത അതൃപ്തിയിൽ UDF നേതാക്കൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ UDFിൽ അതൃപ്തി പുകയുന്നു. UDF നേതൃത്വത്തിന് കൂടി ദോഷം ചെയ്യുന്നതായിരുന്നു ഹർജി എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. മാസപ്പടി കേസിൽ നേരത്തെ വിജിലൻസ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത് പാർട്ടിയോടോ മുന്നണിയോടോ ആലോചിക്കാതെയാണെന്നും കുഴൽനാടന്റേത് വൺമാൻ ഷോ ആണെന്ന വിമർശനമാണ് നേതാക്കൾ ഉയർത്തുന്നത്. ഹർജികൾ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. പിന്നാലെയാണ് മാത്യു കുഴൽനാടനെതിരെ എതിർപ്പ് ശക്തമായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കേസിൽ CMRL എക്സാലോജിക് ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് എതിർപ്പ് ശക്തമായത്. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾക്കെല്ലാം കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും അഭിഭാഷകർ ഹർജിയെ എതിർക്കുകയും ചെയ്തു. മാസപ്പടി കേസിൽ CMRLന്റെ ഫിനാൻസ് ഓഫീസറുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയ പണം നൽകിയവരുടെ പട്ടികയിൽ PK കുഞ്ഞാലിക്കുട്ടി, VK ഇബ്രാഹിം കുഞ്ഞ്, രമേശ് ചെന്നിത്തല എന്നിവരടക്കം 12 UDF നേതാക്കളുടെ പേരുകളുണ്ട്. അന്വേഷണം വരികയാണെങ്കിൽ മേൽപ്പറഞ്ഞ UDF നേതാക്കൾ കൂടി അതിന്റെ പരിധിയിൽ വരും. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിലും UDFിലും ആലോചിക്കാതെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ഹർജിയുമായി മാത്യു കുഴൽനാടൻ മുന്നോട്ട് പോയത് എന്ന ചോദ്യമാണ് നേതാക്കൾ പ്രധാനമായും ഉയർത്തുന്നത്. നേരത്തെ തന്നെ ഈ അതൃപ്തി മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. നിലവിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ ഈ അമർഷം പാർട്ടിക്കുള്ളിൽ പ്രകടിപ്പിക്കുകയാണ് നേതാക്കൾ. ഹർജിയിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായിരുന്നെങ്കിൽ UDF നേതാക്കൾക്കെതിരെയും അന്വേഷണം വരുമായിരുന്നു. ഹർജി തള്ളിയതോടെ അത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നേട്ടമായി കണക്കാക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഇരുതല മുറിച്ചുള്ള വാള് പോലെ ഏത് സാഹചര്യത്തിലും UDFന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു ഹർജിയാണ് കുഴൽനാടൻ നൽകിയതെന്ന വിമർശനമാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. കോൺഗ്രസിൽ മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്ന മേൽക്കൈയും വിശ്വാസ്യതയുമാണ് ഇതോടെ നഷ്ടമായിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല.